സർ, എൻ്റെ പേര് ബഷീർ കോയാവറമ്പിൽ. ഞാൻ ആലപ്പുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, മിസ്റ്റർ അരുൺകുമാർ, ആലപ്പുഴയിലും കേരളത്തിലും UDF വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശ്രീ ബഷീർ, അതൊരു മിന്നും ജയമാണ്. യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലുടനീളം UDFിൻ്റെ ഒരു തരംഗമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 പോലെ ഒരു തരംഗവുമല്ല ബഷീർ. 2019 ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമല വിഷയമില്ല, തീർച്ചയായും രാഹുൽ തരംഗമുണ്ട്. ആ രാഹുൽ തരംഗത്തിനോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും, അങ്ങനെ ഇരട്ട ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇരു സർക്കാരുകളും പരിശോധിക്കേണ്ടതാണ്. ജനങ്ങൾ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകലുന്നു എന്നുള്ളത് ഒരു പാർട്ടിക്കും ഭൂഷണമായ കാര്യമല്ലല്ലോ. അപ്പോൾ ബഷീർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതാണ്. രാഹുൽ തരംഗത്തിനോടൊപ്പം തന്നെ ഇരട്ട ഭരണവിരുദ്ധ വികാരവും കേരളത്തിലുണ്ടായി. അത് ശക്തമായി ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ KK ശൈലജയെ പോലെ, ഒപ്പം തോമസ് ഐസക്കിനെ പോലെ, MV ജയരാജനെ പോലെ, ഇളമരം കരീമിനെ പോലെ ഒക്കെയുള്ള നേതാക്കളെ, വിജയരാഘവനെ പോലെയൊക്കെയുള്ള നേതാക്കളെ, എന്തിനേറെ ആറ്റിങ്ങലിൽ ജോയിയെ പോലെയുള്ള നേതാക്കളെ പരാജയപ്പെടുത്തില്ലായിരുന്നു കേരളത്തിലെ ജനം. ഏറ്റവും CPMന് സാധ്യമായ മികച്ച കാൻഡിഡേറ്റ്സിനെ രംഗത്തിറക്കിയിട്ടും വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പാർട്ടി മണ്ഡലങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നു പോകുമ്പോഴും ഏറെ ശ്രദ്ധേയമായത് താങ്കൾ പറഞ്ഞ ഈ കായംകുളത്തും സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ചേർത്തലയിൽ എന്ത് സംഭവിച്ചു, അമ്പലപ്പുഴയിൽ എന്ത് സംഭവിച്ചു. അമ്പലപ്പുഴയിൽ CPMും NDAയും തമ്മിലുള്ള വ്യത്യാസം കേവലം 110 വോട്ടാണെന്നേ. എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സൂചന ചെറുതല്ല. അപ്പോൾ ഇതെല്ലാവരും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ബഷീർ. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നാൽ, പണ്ട് നമ്മുടെ വിജയമാഷ് പറയുന്നൊരു കാര്യമുണ്ട്, അവസാനം പാർട്ടി ഉണ്ടാവും പക്ഷേ പാർട്ടിയിൽ ജനങ്ങൾ ഉണ്ടാവില്ല എന്ന അവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ളതാണ്. തീർച്ചയായും ചില കൂടിയാലോചനകൾ ആവശ്യമുണ്ട്, തിരുത്തലുകൾ ആവശ്യമുണ്ട്. തിരുത്തൽ വരുത്തുമെന്നാണ് പാർട്ടിയും പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശ്രീ ബഷീർ, താങ്കളുടെ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം മിന്നും വിജയമാണ്. ഇരട്ട ഭരണവിരുദ്ധ വികാരം രാഹുൽ തരംഗത്തോടൊപ്പം ആഞ്ഞടിച്ചു. അതാണ് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.